We shall now discuss about satellites. Satellite എന്ന് പറഞ്ഞാൽ it is a body that is constantly revolving round a planet in an orbit. അപ്പോൾ എർത്ത് ആണെങ്കിൽ എർത്തിൻ്റെ ചുറ്റും ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട് അല്ലേ? ഏതാണ് എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ്? മൂൺ. ഇനി ഒരു പ്രാവശ്യം എർത്തിന് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന സമയമാണ് പീരിയഡ്. ഒരു സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റിന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങി വരാൻ സാറ്റലൈറ്റ് എത്ര സമയം എടുക്കുന്നോ അതിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൂണിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 27.3 days ആണ്. അപ്പോൾ ദിസ് ഈസ് എ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. So satellite is a body that is constantly revolving in an orbit around a planet. ഇനി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പുട്നിക് 1 ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ Sputnik 1 was launched into orbit by Russian scientists on October 4th, 1957. First Indian artificial satellite is Aryabhatta. Aryabhatta is the first Indian artificial satellite and it was launched on April 19, 1975. നമുക്കറിയാം സാറ്റലൈറ്റ്സിന് ധാരാളം യൂസസ് ഉണ്ട്. ടെലിവിഷൻ, ടെലഫോൺ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ വെതർ ഫോർകാസ്റ്റിംഗ്, റിമോട്ട് സെൻസിങ്, നമ്മുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS ഒക്കെ വർക്ക് ചെയ്യുന്നത് സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. Now we shall find out a formula for the orbital velocity of a satellite. Orbital velocity എന്ന് പറഞ്ഞാൽ it is the velocity of the satellite in its orbit. അല്ലെ, ഒരു സാറ്റലൈറ്റ് അതിൻ്റെ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള വെലോസിറ്റി, the velocity with which a satellite moves in its orbit is called orbital velocity. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഓർബിറ്റ് സർക്കുലാർ ഓർബിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. സർക്കുലാർ ഓർബിറ്റ് ആണെങ്കിൽ നമുക്കറിയാം ആ സർക്കുലാർ മോഷന് വേണ്ടത് എന്താണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r is the centripetal force. Small m is the mass of the satellite, v is the orbital velocity, r is the radius of the orbit. Radius of the orbit എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാനറ്റിൻ്റെ സെൻറ്റർ തൊട്ട് സാറ്റലൈറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരമാണ് എടുക്കുന്നത്. രണ്ട് സെൻറ്ററുകൾ തമ്മിലുള്ള ദൂരമാണ് ഓർബിറ്റൽ റേഡിയസ് ആയിട്ട്, പ്ലാനറ്റിൻ്റെ സെൻറ്റർ തൊട്ട് സാറ്റലൈറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരമാണ് നമ്മൾ റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. സോ the centripetal force mv²/r is provided by which force? It is provided by the gravitational force between the planet and the satellite. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫോർമുല നമുക്കറിയാം, ന്യൂട്ടൺസ് ലോ അനുസരിച്ച് ഇറ്റ് ഈസ് Gmm/r². ആണ് ഈ ഡിസ്റ്റൻസ് അല്ലെ, പ്ലാനറ്റേയും സാറ്റലൈറ്റിൻ്റെയും സെൻറ്ററുകൾ തമ്മിലുള്ള ദൂരമാണ് r, ഓർബിറ്റൽ റേഡിയസ്. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മാസ് ഓഫ് ദി പ്ലാനറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v ആണ്. അപ്പോൾ v² ആണെങ്കിൽ രണ്ട് സൈഡിലും മാസ്, ഈ m താഴത്തേക്ക് വരുമ്പോൾ അത് ക്യാൻസലായി പോവും. അതുപോലെ ഈ r എന്നുള്ളത് മുകളിലേക്ക് വരും. സോ r² ഒരു r-ഉം ക്യാൻസലാവും. സോ വി ഗെറ്റ് Gm/r. v² എന്നുള്ളത് v എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് Gm/r. അപ്പോൾ ഇതാണ് ഫോർമുല ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി ഈ സ്മോൾ r എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ R+h എന്ന് എഴുതാം. കാരണം പ്ലാനറ്റിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അതിൽ നിന്ന് പിന്നെ സപ്പോസ് വലുതാക്കി വരയ്ക്കാം പ്ലാനറ്റിനെ. ഈ പ്ലാനറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ഇത് കഴിഞ്ഞ് പ്ലാനറ്റിൻ്റെ ഇതിൽ നിന്ന് പിന്നെ ഒരു ഹൈറ്റ് h-ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഓർബിറ്റൽ റേഡിയസ് കിട്ടും അല്ലേ. പ്ലാനറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് സർഫസ് വരെയുള്ള ദൂരം ക്യാപിറ്റൽ R, ആ സർഫസിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ദൂരം h. അപ്പോൾ സ്മോൾ r പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ R+h ആണ്, ഹൈറ്റ് എബവ് ദി പ്ലാനറ്റ് സർഫസ്. അപ്പോൾ ഫോർമുലനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. √Gm/r+h എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ Gm എന്നുള്ളതിന് പകരം നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാം സ്മോൾ g = Gm/r². അപ്പോൾ ഇതിൽ
ജി എം എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ജി എം പറയുന്നത് സ്മോൾ ജി ആർ സ്ക്വയർ ആണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? സോ ദ ഫോർമുല ബിക്കംസ് വി ഈസ് ഈക്വൽ ടു ജി എമ്മിന് പകരം സ്മോൾ ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഈ താഴം വരെ വരയ്ക്കണം, കാരണം ഡിനോമിനേറ്ററിനും റൂട്ട് ഉണ്ട് അല്ലേ? ന്യൂമറേറ്ററിൽ മാത്രമല്ല ഡിനോമിനേറ്ററിലും റൂട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്മോൾ ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്നുള്ളതിൽ ജി എം ക്യാപിറ്റൽ ജി എം എന്ന് പറയുന്നത് ജി ആർ സ്ക്വയർ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദ ഫോർമുല ഈസ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആർ സ്ക്വയർ എന്നുള്ളതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ആറിനെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ ആർ ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ ആർ പ്ലസ് എച്ച് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. ഇനി ഇഫ് ദ ഓർബിറ്റ് ഈസ് വെരി ക്ലോസ് ടു ദി എർത്ത്, ഈ ഓർബിറ്റ് വളരെ അടുത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് നമുക്കറിയാം 6400 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു 200 കിലോമീറ്റർ അല്ലെങ്കിൽ 500 കിലോമീറ്ററിലാണ് സാറ്റലൈറ്റ് എങ്കിൽ ഈ റേഡിയസ് ഓഫ് ദി എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹൈറ്റ് എച്ച് എന്നുള്ളത് നെഗ്ലക്റ്റ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് എച്ച് ഈസ് വെരി വെരി സ്മോൾ കമ്പയർഡ് ടു ദ റേഡിയസ് ഓഫ് ദി എർത്ത്. അങ്ങനെയുള്ള ഒരു സാറ്റലൈറ്റിന് നമുക്ക് പറയാം ദിസ് ഓർബിറ്റ് ഈസ് കോൾഡ് മിനിമം ഓർബിറ്റ്. ഇഫ് ദ ഓർബിറ്റ് ഈസ് ക്ലോസ് ടു ദി എർത്ത്, അതായത് എച്ച് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ആർ, ദെൻ that orbit is called minimum orbit. അപ്പോൾ ഫോർമുല എന്തായി? v is equal to root of g r square by r plus h എന്നുള്ളതിൽ h നെഗ്ലക്റ്റ് ചെയ്തു, അപ്പോൾ വെറും r എന്നായി. അപ്പോൾ റൂട്ട് ഓഫ് ജി ആർ എന്നുള്ളതാണ് മിനിമം ഓർബിറ്റിൻ്റെ വെലോസിറ്റി. ആൻഡ് ദ വെലോസിറ്റി corresponding to this orbit is called first cosmic velocity. This velocity corresponding to minimum orbit is called first cosmic velocity. അപ്പോൾ ഇതിന് എർത്തിൻ്റെ കേസിൽ നമുക്ക് ജീൻ്റെ വാല്യൂവും റേഡിയസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എർത്തിൻ്റെ കേസിൽ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത് ജീൻ്റെ വാല്യൂ 9.8 ആണ്. എർത്തിൻ്റെ റേഡിയസ് 6400 കിലോമീറ്റർ ഇൻറ്റു 10⁻³ അല്ലേ, കിലോമീറ്ററിനെ മീറ്റർ ആക്കി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 7.92 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് ആൻ എർത്ത് സാറ്റലൈറ്റ് ഈസ് 7.92 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് v ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ബൈ സ്മോൾ ആർ ആണ് ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ജി എം ബൈ ആർ പ്ലസ് എച്ചിൽ ജി എം എന്നുള്ളതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? സ്മോൾ ജി ആർ സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. മിനിമം ഓർബിറ്റ് ആണെന്ന് വെച്ചാൽ ഈ എച്ച് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് എച്ച് പോയി കഴിഞ്ഞാൽ മിനിമം ഓർബിറ്റിൻ്റെ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ജി ആർ. Now we shall see what is the time period of a satellite. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ സാറ്റലൈറ്റ് ടു റിവോൾവ് വൺസ് അറൗണ്ട് ദ പ്ലാനറ്റ്. അപ്പോൾ സ്മോൾ ആർ ആണ് ഓർബിറ്റൽ റേഡിയസ്, വി ആണ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസും സ്പീഡുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്? ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓർബിറ്റ് ഇതിന് ചുറ്റും ഈ പ്ലാനറ്റിൻ്റെ ചുറ്റും കറങ്ങാൻ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ 2πr ഡിവൈഡഡ് ബൈ സ്പീഡ് v ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ 2πr ബൈ v ആണ്. ദാറ്റ് ഈസ് 2πr ഡിവൈഡഡ് ബൈ v. വിൻ്റെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് ജി എം ബൈ ആർ അല്ലേ. അപ്പോൾ ഈ ബൈ ആർ എന്നുള്ളതിനെ നമുക്ക് മുകളിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? റൂട്ട് ആർ എന്ന് എഴുതാം. ഇവിടെ ആക്ച്വലി ജി എം ബൈ ഇവിടെ താഴെ ബൈ ആർ ആണ്, റൂട്ട് ഓഫ് ജി എം ബൈ റൂട്ട് ആർ എന്നാണ്. റൂട്ട് ഓഫ് ജി എം ബൈ റൂട്ട് ആർ എന്നുള്ളതിൽ റൂട്ട് ആർ മുകളിലേക്ക് എഴുതി. അപ്പോൾ ഇതിനെ
റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ആറിനുള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2π ഇൻറ്റു ഈ ആറ് ഉള്ളിൽ പോകുമ്പോൾ ആർ സ്ക്വയർ ആവും. 2π ഇൻറ്റു ഇവിടെ ഈ ആറ് ഉള്ളിൽ പോയാൽ ആർ സ്ക്വയർ ആവും. ആർ സ്ക്വയറും ആറും കൂടി ചെയ്താൽ ആർ ക്യൂബ് എന്ന് വരും. 2π റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി എം എന്ന് വന്നു. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 2π റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി എം. ഇതാണ് ജനറൽ ഫോർമുല. ഇനി ഇതിൽ മിനിമം ഓർബിറ്റ് ആണെങ്കിൽ ഫോർ മിനിമം ഓർബിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്മോൾ ആർ ശരിക്കും ആർ പ്ലസ് എച്ച് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എച്ച് നെഗ്ലക്റ്റ് ചെയ്തിട്ട് സ്മോൾ ആറിന് പകരം നമുക്ക് ക്യാപിറ്റൽ ആർ എഴുതാം. അപ്പോൾ ഫോർ മിനിമം ഓർബിറ്റ് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി എം. ഇനി ജി എം എന്നുള്ളതിന് പകരം എന്ത് എഴുതാം, ജി ആർ സ്ക്വയർ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ജി ആർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് ആർ ബൈ ജി. അല്ലെ, ആർ സ്ക്വയറും ആർ ക്യൂബും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2π റൂട്ട് ഓഫ് ആർ ബൈ ജി എന്ന് വരും ഫോർമുല. അപ്പോൾ ഇവിടെ നമ്മൾ ടൈം പീരീഡ് ഓഫ് ദ സാറ്റലൈറ്റ് കണ്ടുപിടിക്കാൻ ചെയ്തത്, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ഇവിടെ സർക്കംഫറൻസ് 2πr ബൈ വി. വി എന്നുള്ളത് നമുക്കറിയാം, ഓർബിറ്റൽ വെലോസിറ്റി പറയുന്നത് റൂട്ട് ഓഫ് ജി എം ബൈ ആർ. അല്ലേ, ഈ ഡിനോമിനേറ്ററിലും റൂട്ട് ഉണ്ട്. അപ്പോൾ റൂട്ട് ജി എം ബൈ റൂട്ട് ആർ ആണ്. ഈ റൂട്ട് ആറിന് മുകളിലേക്ക് ബൈ ചെയ്യുമ്പോൾ മുകളിലേക്ക് പോയത്, ആറിന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആർ സ്ക്വയർ, പിന്നെ ഈ ആറും കൂടി ചെയ്താൽ ആർ ക്യൂബ്. അപ്പോൾ 2π റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി എം എന്നുള്ളതാണ് ജനറൽ ഫോർമുല. 2π റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി എം. ഇനി മിനിമം ഓർബിറ്റ് ആവുമ്പോൾ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് വി ഫൈനലി ഗെറ്റ് ദ ഫോർമുല 2π റൂട്ട് ഓഫ് ആർ ബൈ ജി.